എഡ്യൂനായ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബശ്രീ കരാർ നിയമനം വിജ്ഞാപനം കോഡ് നമ്പർ DPM ജനറൽ. കുടുംബശ്രീ സംസ്ഥാന അഥവാ ജില്ലാ മിഷനുകളിൽ ഒഴിവുള്ള സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അഥവാ ജില്ലാ പ്രോഗ്രാം മാനേജർ, ജെൻഡർ, സോഷ്യൽ ഡെവലപ്മെന്റ്, ട്രൈബൽ തസ്തികയിലേക്ക് ചുവടെ ചേർക്കുന്ന യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരുന്നു. നിയമനം കരാർ വ്യവസ്ഥയിലായിരിക്കും. തസ്തിക സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അഥവാ ജില്ലാ പ്രോഗ്രാം മാനേജർ, ജെൻഡർ, സോഷ്യൽ ഡെവലപ്മെന്റ്, ട്രൈബൽ. 2. ഒഴിവ് 1. ഒരു വർഷത്തേക്ക് കുടുംബശ്രീ മിഷനിൽ പ്രസ്തുത തസ്തികയിൽ വരുന്ന ഒഴിവിലേക്കാണ് ഈ വിജ്ഞാനപ്രകാരമുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ്. നിയമന രീതി. കരാർ നിയമനം. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന തീയതി വരെയായിരിക്കും കരാർ കാലാവധി. വിദ്യാഭ്യാസ യോഗ്യത MSW അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ആന്ത്രോപോളജി, വിമൻ സ്റ്റഡീസ്, സോഷ്യോളജി അഥവാ പൊളിറ്റിക്കൽ സയൻസ് അഥവാ ഗാന്ധിയൻ സ്റ്റഡീസ്, ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദ അനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ MCOM സ്പെഷ്യലൈസേഷൻ ഇൻ റൂറൽ മാനേജ്മെന്റ്. റൂറൽ മാനേജ്മെന്റിൽ സ്പെഷ്യലൈസേഷനോടുകൂടിയുള്ള MCOM. പ്രായപരിധി 30/11/2023 40 വയസ്സിൽ കൂടാൻ പാടില്ല. പ്രവൃത്തി പരിചയം. സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകൾ അഥവാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ, പ്രോജക്റ്റുകൾ എന്നിവയിൽ സ്ത്രീ ശാക്തീകരണം സംബന്ധിച്ച് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. വേതനം പ്രതിമാസം 30,000 രൂപ. ജോലിയുടെ സ്വഭാവം. കുടുംബശ്രീ മിഷനിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കൽ, സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഫീൽഡ് തല പ്രവർത്തനങ്ങൾ. 3. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖാന്തരം നടപ്പിലാക്കുന്നതാണ്. നിയമന പ്രക്രിയ. സമർപ്പിക്കപ്പെട്ട ബയോഡേറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യരായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം CMDക്കുണ്ടായിരിക്കും. വിദ്യാർത്ഥികളുടെ ബയോഡേറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും. വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്ത് പരീക്ഷയും ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇന്റർവ്യൂവോ ഏതാണ് അനുയോജ്യമായത് ആ രീതിയിൽ നിയമന പ്രക്രിയ നടത്തുന്നതിന് CMDക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ www.cmdkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 17/1/2025 വൈകുന്നേരം 5 മണി വരെ. മറ്റ് നിബന്ധനകൾ. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതയില്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്.
റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം ഈ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 1 വർഷമായിരിക്കും. പ്രസ്തുത തസ്തികയിലേക്ക് ആവശ്യപ്പെട്ട പ്രവൃത്തി പരിചയം നിയമനം ലഭിക്കുന്നതിനുള്ള നിബന്ധന മാത്രമാണ്. പുതിയ തസ്തികയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത പ്രവൃത്തി പരിചയം ടി തസ്തികയുടെ വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും പരിഗണിക്കുന്നതല്ല. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ, കുടുംബശ്രീ. CMD കേരളയുടെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. Thank you for watching my video. Please like and subscribe my channel. Share my videos. കൂടുതൽ തൊഴിലവസരങ്ങൾ പറ്റിയുള്ള നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. Thank you.